ചെങ്ങനാട് വീട്. തമിഴ്നാട്ടിലാണ് പഠിച്ചത്. പിന്നീട് കുറച്ചു കാലം ഇവിടെ ഉണ്ടായിരുന്നു. ഒരു 15 കൊല്ലമായി എറണാകുളത്ത് താമസം. എറണാകുളത്ത് വില്ല മേടിച്ച അച്ഛനും അമ്മയും ഭാര്യയും മക്കളായിട്ട് എറണാകുളത്ത് താമസിക്കുന്നു. 32 കൊല്ലങ്ങളായി പരിശീലന മേഖലയിലുണ്ട്. അതിന് ഇഷ്ടമാണ് പഠിപ്പിക്കാൻ. ലോകത്ത് പല ഭാഗങ്ങളിലുമായി പല കമ്പനികളിലൊക്കെ പഠിപ്പിക്കും. പിന്നെ പേരൻസിനോടും കുട്ടികളോടും ടീച്ചറോടും സംസാരിക്കാൻ ഇഷ്ടമാണ്. അതുകൊണ്ട് ഇങ്ങനത്തെ അവസരം കിട്ടുമ്പോൾ വരും. പിന്നെ സൊസൈറ്റി എപ്പോൾ വിളിച്ചാലും വരും. കാരണം എനിക്ക് ആദ്യമായി ലോകത്തുള്ള സൊസൈറ്റി ഈ സൊസൈറ്റി എന്ത് വിശ്വസിച്ചാൽ തന്നെ എനിക്കിപ്പോഴാണ് ഞാൻ പറഞ്ഞു. കാരണം അന്ന് വീട്ടിലുള്ള വഴി പോലും ഉണ്ടായിരുന്നില്ല. അതാണ് സൊസൈറ്റിയുടെ പ്രത്യേകത. ഞാൻ ഇങ്ങനെ ഇവിടെ കടപ്പത്തുള്ള ആളുകളെ കാസർഗോഡ് ഈ സൊസൈറ്റിയുടെ വലിയ ആളുകളൊക്കെ സ്റ്റേറ്റ് ലെവലിൽ ഞാൻ ഒരു സർവീസ് സൊസൈറ്റിയെ കുറിച്ച് അന്വേഷിക്കാൻ പറഞ്ഞു. അപ്പൊ അവരൊക്കെ അങ്ങനെ പറഞ്ഞിട്ടില്ല. നമുക്ക് ആദ്യം ലോൺ തന്നവരാണ്. ഇപ്പൊ കുറെ പേര് ലോൺ തരാറുണ്ട്. ലോൺ തരാനാവില്ല. അത് നിങ്ങള് എന്നോട് എന്നിങ്ങനെ വിളിച്ച് ഇങ്ങനെ വന്നപ്പോ പാരന്റിംഗ് വിഷയമൊക്കെ കൈകാര്യം ചെയ്യാം എന്നൊക്കെ വിചാരിച്ചു വന്നു. ഇങ്ങനെ വന്നപ്പോ നിങ്ങൾ വിളിച്ചു കേട്ടാണ് ഫ്രണ്ടിലേക്ക് വാ. നിങ്ങൾ ഫ്രണ്ടിലേക്ക് വരുന്നില്ല. അതിന്റെ കാരണത്തില്ല. എനിക്ക് പോകാൻ ബുദ്ധിമുട്ടാവുമല്ലോ ഫ്രണ്ടിലേക്ക്. അതുകൊണ്ടല്ലേ ഒന്ന് വിഷമിക്കട്ടെ കേട്ടോ. എപ്പോഴെങ്കിലും ക്ലാസ് ബോറടിച്ച് അപ്പൊ എനിക്ക് പോകണം. കാരണം ക്ലാസ് ബോറടിക്കുന്ന പോലെ എടുത്താൽ നിങ്ങളുടെ കുഴപ്പമല്ല, ക്ലാസ് എടുക്കുന്നതിന്റെ കുഴപ്പമാണ്. അവന്റെ കഴിവുകേട് കൊണ്ടാണ്. ഏതെങ്കിലും ടീച്ചറുടെ ക്ലാസ്സിൽ നിന്ന് കൊച്ചു പുറത്തു പോയാൽ അത് ടീച്ചറുടെ കയ്യിലിരിപ്പാണ്. ടീച്ചറെ കൊല്ലാത്തോണ്ടാണ്. എന്റെ ക്ലാസ്സിൽ ഒരു കുട്ടി എനിക്ക് പുറത്തുപോയില്ല. പോയാൽ ഞാൻ അവരുടെ മാപ്പ് പറയും. കാരണം അവന്റെ ജീവിതത്തിനെ സ്വാധീനിക്കുന്ന പോലെ ഒരു കാര്യം എനിക്ക് പറയാൻ കഴിഞ്ഞില്ല. അതുകൊണ്ടാണ് എനിക്ക് പോയത്. അവനെ പിടിച്ചിരുത്താൻ അവനെ ശേഷിക്കാൻ എനിക്ക് പൈസ തരുന്നത്. സ്കൂളില് ടീച്ചർക്ക് പൈസ തരുന്നതിനാണ്. ടീച്ചർക്ക് പൈസ തരുന്നത് എന്തുകൊണ്ടാണ് പിള്ളേർ ക്ലാസ് പോഷനാക്കുന്നത് അറിയാം. ടീച്ചർമാർ എത്ര പേർക്ക് കൈകൊക്കാം. ടീച്ചർമാർ എന്നോട് ദേഷ്യം തോന്നുന്നത് കേട്ടോ. ഞാൻ ചോദിക്കാൻ പിള്ളേർക്ക് സ്കൂളിൽ വരാനാണ് ഇഷ്ടം, കളിച്ചു നടക്കാനാണ് ഇഷ്ടം? അത്യുതമായിട്ട് പറഞ്ഞു. എന്ന് പറഞ്ഞു കളിച്ചു നടക്കാനാണ് ഇഷ്ടം. പിള്ളേർക്ക് പാഠപുസ്തകം പഠിക്കാനാണ് ഇഷ്ടം, കൂട്ടുകാരോട് ഇരിക്കാനാണ് ഇഷ്ടം. കാരണം പിള്ളേർക്ക് ടീച്ചർ പറയുന്നത് കേൾക്കാനാണ് ഇഷ്ടം, സിനിമ കാണാനാണ് ഇഷ്ടം. നിങ്ങളും അങ്ങനെയായിരുന്നു, നമ്മുടെ പിള്ളേരും അങ്ങനെ തന്നെയാണ്. കാലങ്ങളിൽ പിള്ളേർക്ക് സ്കൂളിൽ വരാൻ താല്പര്യമില്ലാത്ത കാരണം പറയൂ. എന്തെങ്കിലും ഒരു കാരണം പറയൂ. ഒരു കാരണം വേണ്ടേ? നമുക്ക് സ്കൂളിൽ പോകാൻ താല്പര്യമില്ലാത്ത കാരണം വേണ്ടേ? ആ കാരണം എന്താണെന്ന് പറയും. ആ കാരണം കണ്ടുപിടിച്ചാൽ നമുക്ക് അതിന് ഓവർകം ചെയ്യാം. എന്താണ് കാരണം? ഹോംവർക്ക് ചെയ്യണം. വെരി ഗുഡ്. വേറെ എന്തെങ്കിലും കാരണം? കുട്ടികൾക്ക് പറയാൻ വേണ്ട. കുട്ടികൾക്ക് പറയാം. എന്തെങ്കിലും ക്ലാസ്സിൽ പോകാനുള്ളത് കാരണം എന്താ? ഫോണാണ്. നിങ്ങൾ എന്റെ ഉത്തരം പറയാത്തറിയോ? നിങ്ങൾ മലയാളികളായതുകൊണ്ടാണ്. നിങ്ങൾക്കുള്ളിലൊരു തിരിപ്പെടുപ്പെടുന്നറിയോ? ഞാൻ പറയുന്ന ഉത്തരം എങ്ങാനും തെറ്റിയ എന്റെ തറവാട്, എന്റെ ഉത്തരം പറയാത്ത എന്ത് തറവാട്? ഒരു ചെറിയ ഉത്തരം പറയാൻ പറ്റില്ല. ഇപ്പൊ പിഴായി എന്താണ് സ്കൂളിൽ ഭാഷ കാരണം? പിടിച്ചിരുത്തി താല്പര്യമില്ലാത്ത കാര്യങ്ങൾ എന്തുകൊണ്ടാണ് താല്പര്യമില്ലാതെ പോയാൽ സത്യം പറയട്ടെ. നിങ്ങളുമായി ബന്ധമില്ലാത്ത ഒന്നിനോടും നിങ്ങൾക്ക് താല്പര്യം ഉണ്ടാവില്ല. നിങ്ങളുമായി ബന്ധമില്ലാത്ത ഒന്നിനോടും നിങ്ങൾക്ക് താല്പര്യം ഉണ്ടാവില്ല. ഇന്ന് രാവിലെ നിങ്ങൾ പേപ്പർ വായിച്ചിട്ട് ആ ഫ്രണ്ട് പേജിലെ വാർത്ത എന്താണെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവില്ല. എന്നാൽ അതിന് ഏതെങ്കിലും ഒരു പേജിൽ നിങ്ങളുടെ ജോലിയുമായി ബന്ധപ്പെട്ട ഒരു വാർത്ത ഉണ്ടായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കൃത്യമായി പറഞ്ഞു. നിങ്ങളുമായി ബന്ധപ്പെട്ടത് മാത്രമേ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവുള്ളൂ. നിങ്ങളുടെ ഗ്രൂപ്പ് ഫോട്ടോ എടുത്ത് ആദ്യം നിങ്ങൾ ആരും മമ്മൂട്ടി ഉണ്ടെങ്കിൽ പോലും നിങ്ങളെ നോക്കിയിട്ട് അയാളെ നോക്കുള്ളൂ. ശരിയല്ലേ? അപ്പൊ നിങ്ങൾക്ക് നിങ്ങളോട് താല്പര്യമുള്ളൂ, എനിക്ക് എന്നോട് താല്പര്യമുള്ളൂ. അപ്പൊ ഒരു ടീച്ചർ പഠിപ്പിക്കുമ്പോ ആ കുട്ടിയുടെ ജീവിതവുമായി ബന്ധിപ്പിച്ച് പഠിപ്പിച്ചാൽ ആ കൊച്ചു കണ്ണു വിളിച്ചിരിക്കും. അങ്ങനെ പഠിപ്പിക്കാൻ ഈ ഫിസിക്സ് കെമിസ്ട്രി ബയോളജി അതിനെ ജീവിതമായി റിലേറ്റ് ചെയ്ത് പഠിപ്പിച്ചാൽ അതെനിക്കറിയാം, നന്നായിട്ടറിയാം. അതുകൊണ്ട് എന്റെ ക്ലാസ് എനിക്ക് പോയാൽ ഉത്തരവാദി ഞാനാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് എപ്പോഴെങ്കിലും എനിക്ക് പോവാം. ഇഷ്ടമല്ലെങ്കിൽ കൈവയ്ക്കാൻ മതി. മെല്ലെ എനിക്ക് പുറത്തു പോകും. തുടങ്ങാം, സെഷൻ തുടങ്ങാം. കേരളത്തിൽ ജനിച്ചവർ കൈവക്കും. എന്നിട്ട് അങ്ങനെ പഠിക്കും. എന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ട് നോക്കും. ആ സത്യം കൈയായിട്ടോ
ജനിച്ചവർ കൈപൊക്കാൻ പറഞ്ഞപ്പോ ശ്രദ്ധിച്ചു കേൾക്കണേ. ഞാനിങ്ങനെ തമാശയൊക്കെ പറഞ്ഞാൽ തമാശക്കിടയിൽ ഒരു വലിയ കാര്യം പറഞ്ഞു. ആ കാര്യമാണ് പ്രധാനം. തമാശ കഞ്ഞി കുടിക്കും ഉപ്പിടുന്ന പോലെയാണ്. ഉപ്പല്ല നമ്മൾ കഴിക്കേണ്ടത്, കഞ്ഞിയാണ് കഴിക്കേണ്ടത്. അപ്പൊ ഞാൻ പറഞ്ഞത് ശ്രദ്ധിച്ചു കേൾക്കണം. ഞാൻ കേരളത്തിൽ ജനിച്ചവർ കൈപൊക്കാൻ പറഞ്ഞപ്പോ ഈ കൂട്ടത്തിൽ ബഹുഭൂരിപക്ഷം പേരും കൈപൊക്കി നിങ്ങനെയാണ്. സത്യം പറഞ്ഞാൽ നിങ്ങൾക്ക് ഇത്രയും പൊക്കാൻ പറ്റും, നിങ്ങൾ ഇത്രയും പൊക്കുള്ളൂ. ഇതൊക്കെ മതി. ഇതാണ് ദുരന്തം, ഇതാണ് ജീവിതത്തിന്റെ ശാപം. എന്റെ കപ്പാസിറ്റി ഇതാണ്, പക്ഷെ ഞാൻ ഇങ്ങനെ ജീവിക്കും. മതിപ്പോ പോയാൽ മതി. എല്ലാ മനുഷ്യരും ഇതാണ് ചെയ്യുന്നത്. കേരളത്തിൽ ജനിച്ചവർ കൈവെക്കും, ഇങ്ങനെ ചെയ്യാൻ പറ്റും. പക്ഷെ നമ്മൾ ഇങ്ങനെ ചെയ്യുള്ളൂ. ഒരു ടീച്ചർക്ക് ഇത്രയും പൊട്ടൻഷ്യൽ ഉണ്ട്, ടീച്ചർക്ക് ഉപയോഗിക്കുള്ളൂ. ഒരു ബാങ്കിൽ ജോലി ചെയ്യുന്നവർക്ക് ഇത്രയും പൊട്ടൻഷ്യൽ ഉണ്ട്, അതിൽ ഇത്രയും ചെയ്യുള്ളൂ. ഇതൊക്കെ മതിയെന്നേ, ഇതൊക്കെ മതി. ആളുകൾ ജോലിക്ക് വരുന്നുണ്ടോ രാവിലെ? ശവത്തിന് കാറ്റടിച്ച പോലെ ചിലർ കസേരയിലേക്ക് ഇരിക്കുന്നുണ്ടോ? ചിലർ കസേരയിലേക്ക് ഇരിക്കേണ്ട നമുക്കൊരു സങ്കടം വരും. ഇപ്പോഴും കസേരയിലിരിക്കുക. തമിഴ്നാട്ടിൽ ശവം കൊണ്ടുവന്ന് കസേരയിൽ ഒരാൾ രാവിലെ ജോലിക്ക് വരുമ്പോ എങ്ങനെ പറഞ്ഞു? ഗുഡ് മോർണിംഗ്, സുഖിക്കുന്നു, ചാർജാകണ്ടേ? കസേരയിലിരിക്കും, പറ പറ കൊല്ലിങ്ങ. തൊട്ടടുത്തിരിക്കുന്നവരുടെ സുഖാണെന്ന് ചോദിച്ചു. ചോദിച്ചപ്പോ അയാളുടെ സുഖം പോയി. ചോദിക്കണ്ട, ചോദിക്കുമ്പോ ഒരു ആത്മാർത്ഥമായിട്ട് ചോദിക്കട്ടെ, സുഖമാണ് അങ്ങനെയുണ്ട്. അപ്പോൾ നമുക്ക് ആ സ്ഥാനം പോയി. ഈ എനർജി എവിടെയുണ്ടോ ഊർജം എന്ന് പറയും. ജീവിതത്തിനൊരു ഊർജം വേണ്ടി ലൈഫിൽ. ആ ഊർജം നഷ്ടപ്പെട്ട ജനതയ്ക്ക് ലൈഫിൽ ഒന്നും ആവാൻ പറ്റില്ല. ഞാൻ വലിയ തറവാട്ടില് വലിയ കുടുംബത്തിൽ ജനിക്കുന്നതാണ്. തറവാട് എന്റെ വീട്ടുകാർ പറയും, ഞാനങ്ങനെ പറയാറില്ല. എനിക്ക് തറവാട് കേട്ട ഒരു തൊഴിൽ. ഈ കാണുന്നതെല്ലാം നമ്മുടെ ആയിരുന്നു എന്ന് കേൾക്കുമ്പോഴേ വരുന്നത്. അത് ഭൂതകാലമാണ്. ഭൂതകാലത്തിന് കഥ പറയില്ല, വർത്തമാനകാലം പറഞ്ഞു. വർത്തമാനകാലം പറഞ്ഞു. പണ്ട് ആനപ്പുറത്തായിരുന്നു പറയരുത്. 4 വയസ്സുള്ളപ്പോ തമിഴ്നാട്ടിൽ പോയതാണ്. അച്ഛനും അമ്മയും ഞാനും കേട്ടത്. തമിഴ്നാട്ടിൽ ഒരു പുറമ്പോക്കിലായിരുന്നു ചായക്കട. ഞാൻ ഒരു തമിഴ് മീഡിയം സ്കൂളിലാണ് പഠിച്ചത്. നന്നായി പഠിക്കരുത്, കാരണം വീട്ടിൽ ഗതിയില്ല, പഠിച്ചേ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. +2 ആയിട്ട് ഒരു ജോലി ചെയ്തു. പിന്നെ മഹാരാജാസ് കോളേജിൽ ജോലി ചെയ്തു. പഠിച്ചു. ഈ കഴിഞ്ഞിട്ട് ഈ സെബാസ്റ്റ്യൻ പാറക്കൽ അദ്ദേഹത്തിന്റെ പെട്രോൾ പമ്പിൽ ജോലി ചെയ്തു. പിന്നീട് എറണാകുളത്ത് 1200 ശമ്പളത്തിന് കൊറിയർ പോയി ജോലി. അപ്പോഴും എന്റെ ഉള്ളിൽ കെട്ടടങ്ങാത്ത ഒരു തീ ഞാൻ സൃഷ്ടിച്ചിരുന്നു. എല്ലാ തമാശയും എല്ലാ കൂട്ടുകൊണ്ടു, പക്ഷെ എന്റെ ഉള്ളിൽ ഒരു തിരി ഞാൻ സൂക്ഷിച്ചിരുന്നു. എന്റെ ഊർജം നഷ്ടപ്പെടാൻ ഞാൻ തയ്യാറാക്കുന്നില്ല. അതിന്റെ ഗുണം എന്തായി അറിയോ? പിന്നെ നിങ്ങൾ കത്തി ജ്വലിക്കാൻ തുടങ്ങിയപ്പോ പടപടപടാന്ന് കയറിപ്പോയി പോലെ. ജീവിതത്തിൽ എല്ലാ മനുഷ്യന്റെ ഉള്ളിലും ഇതുപോലത്തെ ഒരു സാധനം ഉണ്ടാവും. നിങ്ങളുടെ മക്കളുടെ ഉള്ളിലും നിങ്ങളുടെ ഉള്ളിലും ഇതുപോലത്തെ ഒരു സാധനം ഉണ്ടാകും. ഞാൻ എപ്പോഴും ആളുകളോട് ചോദിക്കും, നിങ്ങൾ ദൈവവിശ്വാസികളാണോ? എല്ലാവരും പറയും അതെ 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 അതെ. ദൈവവിശ്വാസത്തിന് അടിസ്ഥാനപരമായി 2 തത്വങ്ങൾ എന്താ? ഒന്ന്, ദൈവം സർവശക്തനാണ്. ഞാനോ പറയണേ, ദൈവമാണ് ഭയങ്കര ശക്തിയുള്ളത്. ദൈവവിശ്വാസികൾക്ക് ഉണ്ടാകും. ദൈവം സർവശക്തനാണ് 1. 2, ദൈവത്തിന്റെ സൃഷ്ടിയാണ് മനുഷ്യൻ. 2. അത് രണ്ടും ശരിയാണെങ്കിൽ സർവശക്തനായ ദൈവം തന്റെ സൃഷ്ടിയിൽ ഒരു കുറവ് വയ്ക്കുമ്പോഴോ പറ്റോ? ഈ വാച്ച് ഞാൻ കൈ കിട്ടിയേക്കുന്ന വാച്ച് ഉണ്ടാക്കിയ കമ്പനി ഈ വാച്ചിൽ എന്തെങ്കിലും കുറവ് വയ്ക്കോ? അവരുടെ പരമാവധി കപ്പാസിറ്റി ഉപയോഗിച്ച് അവരെ നന്നാക്കില്ലേ? അതുപോലെ സർവശക്തനായ ദൈവം തന്റെ സൃഷ്ടിയിൽ എന്തെങ്കിലും കുറവ് വച്ചു എന്ന് പറഞ്ഞാൽ നീ യഥാർത്ഥത്തിൽ അവഗണിക്കുന്നത് നിന്നെയല്ല, നിന്റെ ദൈവത്തിനെയാണ്. ദൈവത്തിനെ അവഗണിച്ചിട്ട് എന്തിനാണ് പള്ളിയിൽ അമ്പലത്തിന് പോണ പാപികളെ? എന്നെ കൊള്ളില്ല എന്ന് പറഞ്ഞിട്ട് പള്ളിയിൽ അമ്പലത്തിൽ പോയി എന്തിനാണ് നാം പ്രാർത്ഥിക്കുന്നത്? പള്ളിയിൽ അമ്പലത്തിൽ പോയി എന്താ പ്രാർത്ഥിക്കേണ്ടത്? നന്ദിയല്ലേ പ്രാർത്ഥിക്കേണ്ടത്? ഗ്രാറ്റിറ്റ്യൂഡ് അല്ലേ പറയേണ്ടത്? നന്ദിയല്ലേ പറയേണ്ടത്? എനിക്കിങ്ങനെ ഒരു ജീവിതം തന്നതിന്, എനിക്ക് ഇത്ര അവസരങ്ങൾ തന്നതിന്, എന്നെ ജീവിക്കാൻ പ്രേരിപ്പിച്ചതിന് നന്ദി എന്നല്ലേ പറയേണ്ടത്? തിരിച്ചുകൊണ്ടല്ലേ പ്രാർത്ഥിക്കണ്ടേ? അല്ലാണ്ട് കഷ്ടപ്പാട് അറിഞ്ഞോണ്ടോ പ്രാർത്ഥിക്കാൻ? നമ്മൾ ആരോഗ്യം പലർക്കും പ്രാർത്ഥിക്കാറില്ല. നിങ്ങൾ മുകേഷ് അംബാനി എങ്ങനെയായിരിക്കും പ്രാർത്ഥിക്കാം? ഒന്ന് സങ്കല്പിച്ചോ, മുകേഷ് അംബാനി എങ്ങനെയാ പ്രാർത്ഥിക്കാം?
മുകേഷ് അംബാനി എങ്ങനെയായിരിക്കും പ്രാർത്ഥിക്കുക? സങ്കല്പിക്കും, നമ്മൾ കണ്ടിട്ടില്ല. എങ്ങനെയായിരിക്കും പ്രാർത്ഥിക്കുക? തിരുപ്പതി എങ്ങനെയായിരിക്കും പ്രാർത്ഥിക്കുക? തിരുപ്പതി ഭഗവാനെ കാര്യങ്ങളൊക്കെ അടിപൊളിയായിട്ട് നടക്കട്ടെ, വെരി ഗുഡ്, താങ്ക് യു, അടുത്ത തവണ പോയിട്ട് നമ്മളെ പ്രാർത്ഥിക്കുക. എല്ലാം പോയി. അതുകൊണ്ടാണ് നമ്മൾ താഴ്ത്തു പോയത്. പേരെന്താ? 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 കണ്ടോ? ഇതാണ് നടന്നത്. ഞാനിവിടെ പേര് ചോദിച്ചു, ഞാനിവിടെ പേര് ചോദിച്ചു, ഞാനിവിടെ പേര് ചോദിച്ചു. ദൈവമാണ് സത്യം. ഞാൻ ഇവിടെ പേര് ചോദിച്ചു. ഇങ്ങനെ ചോദിച്ചപ്പോ പേര് വന്നു. ഞാൻ ചോദിക്കട്ടെ, ഈ മേഡം ഈ ബസ് സ്റ്റോപ്പിൽ നിൽക്കുമ്പോൾ ഒരാളെ ഇങ്ങനെ കാണിച്ച 2 പേര് ചീറ്റി പറയോ? പിന്നെ എന്തുകൊണ്ടാ പറഞ്ഞെന്നറിയോ? പേരെന്താ 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 എന്ന് ചോദിച്ചപ്പോ ഇവർ വിചാരിച്ചു ഇങ്ങനെ കാണിച്ചാൽ പേരാണെന്ന്. ഇത് തന്നെയാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. എന്നെ കൊള്ളില്ല, എന്നെ കൊള്ളില്ല, എന്നെ കൊള്ളില്ല, എനിക്ക് പ്രശ്നമാണ്, എനിക്ക് പ്രശ്നമാണ്, എനിക്ക് പ്രശ്നമാണെന്ന് 10 തവണ പറഞ്ഞാൽ പിന്നീട് നിങ്ങൾ പറയാതെ തന്നെ നിങ്ങൾ പ്രശ്നത്തിലാകും. അങ്ങനെയല്ലേ തെറ്റായി പ്രാർത്ഥിക്കുന്നത്? അമ്പലത്തിൽ ചെന്ന് ദൈവമേ എനിക്ക് എന്തിനീ ദുരിതം തന്നു, ദുരിതം തന്നു 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 എന്ന് 10 തവണ പറഞ്ഞ ദുരിതം തേടി വരില്ലേ? പകരം ദൈവത്തോട് പറയേണ്ട എന്താ? താങ്ക് യു മൈ ഗോഡ് ഫോർ എവറിത്തിങ്. എനിക്ക് തന്നതിനെല്ലാം നന്ദി. കടങ്കാരിന്റെ ചിത്രം ഞാനവന്മാരെ ശരിയാക്കിയിട്ടുണ്ട്. ഇങ്ങനെയല്ലേ പറയണ്ടേ? പ്രാർത്ഥിക്കണ്ടേ? അങ്ങനെയല്ലേ? തിരിച്ചല്ലേ പ്രാർത്ഥിക്കണ്ടേ? കരഞ്ഞുകൊണ്ടാണ് പ്രാർത്ഥിക്കുന്നത്. കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിച്ചാൽ ജീവിതം അത് അതേപോലെ സ്വീകരിക്കും. കാരണം മൈൻഡിന് പ്രത്യേകതയുണ്ട്. ഏതാണോ തിരികെ തിരികെ പറയുന്നത് അത് സത്യമാണെന്ന് വിശ്വസിക്കും. സത്യമാണെന്ന് വിശ്വസിക്കും. നമ്മൾ അങ്ങനെയല്ല പഠിപ്പിക്കാം. മക്കളെ എന്താ പറയാ? അതൊക്കെ ഞാൻ പറയട്ടെ. നിങ്ങൾ നിങ്ങളുടെ മക്കളെ കൊണ്ടുവരണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ചിലർ മക്കളെയും കൊണ്ടുവന്നിട്ടുണ്ട്. എന്താ കാരണം? എന്താ കൊണ്ടുവരണ്ടെന്ന് പറയാൻ കാരണം നമ്മൾ ചെയ്യുന്ന ചില മിസ്റ്റേക്കുകൾ പറയാൻ പാടില്ല. അപ്പൊ അവൻ ചോദിച്ചു, അയാൾ പറഞ്ഞത് നല്ല മനസ്സിലായത്. പിള്ളേരൊക്കെ ഭയങ്കര ബ്രൈറ്റാണ്. നിങ്ങൾ എന്നോട് ഒരു ഫാദർ പറഞ്ഞു, സാറേ ഒരു ഉത്തരവാദിത്തമല്ല സാറേ, ഈ കാലത്തെ പിള്ളേർ ഒന്നും ശരിയല്ല സാറേ. ഇയാൾ എന്നോട് പറയുന്നു, ഇവന്മാര് ഒരു കാര്യം പറഞ്ഞാൽ മനസ്സിലാവില്ല, ഒരു ഉത്തരവാദിത്വമില്ല സാറേ എന്ന് പറഞ്ഞ് ഇയാൾ എന്നോട് പറയുന്ന വിഷമം പറയാണ്. ഞാൻ പറഞ്ഞേ, നിങ്ങളൊരു തെറ്റ് ചെയ്യാണ്. എന്താണ് തെറ്റ്? നിങ്ങൾ ഇപ്പൊ അവര് ഡിസേബിൾ ആണെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ദേ ആർ ഡിസേബിൾ. എന്നെ പോലെയല്ല. അവന് ആ കഴിവില്ല, അവന് ആത്മാർത്ഥതയില്ല, അവന് അതില്ല ഇതില്ല. അവര് ഡിസേബിൾ എന്ന് പറയല്ലേ? പണ്ട് കാല് സുഖമില്ലാത്ത ആളുകളെ നമ്മൾ പറഞ്ഞത് ഡിസേബിൾഡ് എന്നാണ്. ഇപ്പൊ നമ്മൾ പറയുന്നത് ഡിസേബിൾഡ് എന്നല്ല, ഡിഫറെന്റ്ലി ഏബിൾഡ് എന്നാണ് പറയുന്നത്. രണ്ടും രണ്ട് ആറ്റിറ്റ്യൂഡാണ്. അപ്പൊ കുട്ടികൾ ഡിസേബിൾ അല്ല, പകരം ഡിഫറെന്റ്ലി ഏബിൾഡ് ആണ്. അവർ നമ്മളെ പോലെയല്ല, അവർ വ്യത്യസ്തമായ ജീവിതത്തിനെ കാണുന്നവരാണ്. ഞാൻ വിശദീകരിച്ചതാണ്. അപ്പൊ അച്ഛൻ മോനെ ഉപദേശിച്ചുകൊണ്ടിരിക്കുകയാണ്. അവൻ 10ാം ക്ലാസ്സിലാണ്. 10ാം ക്ലാസ്സാണ്, ഉത്തരവാദിത്വം വേണം നിനക്ക്. കുറെ നേരമായി ഇത് മെട്ടി നോട്ടിക്കൊണ്ടിരിക്കുന്നത്. അവൻ മൊബൈലിൽ നോട്ടിക്കൊണ്ടിരിക്കുകയാണ്. അച്ഛൻ പറയാണ് അവനോട്, ഇവ മൈൻഡ് ചെയ്യുന്നില്ല, കൊച്ചു മൈൻഡ് ചെയ്യുന്നില്ല, അവർക്ക് നോട്ടിക്കൊണ്ടിരിക്കുക. ഞാൻ ആ സമയത്ത് അകത്ത് വെച്ച് നിന്നു. അപ്പൊ പുള്ളി എന്നെ ഭയങ്കര ഇഷ്ടമാണ്. പുള്ളി പറഞ്ഞു, സാറേ നല്ല സമയത്താണ് വന്നത്, സാറൊന്ന് അവനെ ഉപദേശിച്ചു കൊടുക്കുകയും ചോദിച്ചു. ഓരോരുത്തരുടെ കഷ്ടകാലം ഓരോ സമയത്താണ് തുടങ്ങുക. ഞാൻ അവനോട് ചോദിച്ചിട്ട, അച്ഛൻ പറഞ്ഞ ശരിയല്ലേ മോനെ, നീ എന്തിനാണ് ഈ മൊബൈൽ, ഒരു 6-7 കൊല്ലം മുമ്പ് നടന്ന സംഭവം, നീ ഇത് എങ്ങനെ നിനക്ക് ഒന്ന് പഠിച്ചോടെ, നീ എന്തിനാണ് ഈ മൊബൈൽ തോണ്ടിക്കൊണ്ടിരിക്കുന്നത്? ഞാൻ സീരിയസ് ആയിട്ട് ചോദിച്ചു. അവനപ്പൊ എന്റെ മുഖത്ത് ഞാൻ മൊബൈൽ കാണിച്ചിട്ട് മുഖത്ത് വിട്ട് വെച്ചേ. അച്ഛന്റെ കയ്യിലിട്ട് എനിക്കറിയാം. സാറിന് കുറച്ച് വിവരം ഉണ്ടാവും ഞാൻ വിചാരിച്ചു. ഞാൻ ഒരു സ്റ്റെപ്പ് മുന്നോട്ട് വന്നു. എനിക്ക് മനസ്സിലായില്ല മതി. അപ്പൊ അടുത്ത ഡയലോഗ് ആണ്, കുടിയേറ്റക്കാർ തദ്ദേശീയരെ കളിയാക്കരുന്നു. എനിക്കൊന്നും മനസ്സിലായില്ല. ഞാൻ മനസ്സിലായില്ല. അവർ ഇംഗ്ലീഷിൽ പറഞ്ഞു, ഇമിഗ്രേറ്റ്സ് നേറ്റീവ്സിനെ കളിയാക്കരുന്നു. എനിക്കത് മനസ്സിലായില്ല പ്ലീസ് പറയാം. അപ്പൊ അവരുടെ തിരുത്തി പറയാം, കുടിയേറ്റക്കാർ തദ്ദേശീയരെ കളിയാക്കരുത്. അറിയാൻ പറഞ്ഞത്, സാർ ഞങ്ങൾ ഡിജിറ്റൽ നേറ്റീവ്സ് ആണ്, നിങ്ങൾ ഡിജിറ്റൽ ഇമിഗ്രൻസ് ആണ്, നിങ്ങൾ ഞങ്ങളെ കളിയാക്കരുത്. അതിന്റെ അർത്ഥം മനസ്സിലായിട്ട്, അവൻ ജനിച്ചതേ ഡിജിറ്റലിലാണ്, നമ്മൾ ഗതികേട് കൊണ്ട് കയറി വന്നതാണ്. എടാ ഗതികേട് കൊണ്ട് കയറി വന്ന നീ ഞങ്ങളെ കളിയാക്കല്ലെന്ന് അവൻ പറയാണ്. ഞാൻ ഒരു ചായ എടുക്കുന്നു ചോദിച്ചു. ഇല്ല ഞാൻ പിന്നെ കുടിച്ചോ, ഞാൻ പോയി. പിള്ളേർ ഭയങ്കര ഷാർപ്പാണ്. പിള്ളേർ
ഷാർപ്പാണ്. എന്റെ സുഹൃത്തിന്റെ സുഹൃത്ത് 6ാം ക്ലാസ് പഠിക്കുന്ന കുട്ടി വീട്ടിൽ എന്തോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഫ്രണ്ടിലിരുന്നു കോളിംഗ് ബെൽ അടിച്ചു. അമ്മ അടുക്കളയിൽ, അച്ഛൻ മുറിയിൽ. കോളിംഗ് ബെൽ അടിച്ചു, അപ്പൊ അനങ്ങിയില്ല. 2ാമത്തെ കോളിംഗ് ബെൽ അടിച്ചപ്പോ അമ്മ അടുക്കളയിൽ നിന്ന് പുറത്തു വന്നു. എന്നാൽ ഇവിടെ ചോദിച്ചു, ഒരു മര്യാദ വേണം, അവിടെ ബെല്ലടിക്കുന്ന കണ്ടില്ല, ഇങ്ങനെ തുറക്കാൻ പാടില്ല ചോദിച്ചു. അവനിങ്ങനെ നോക്കി. അമ്മ വാതിൽ തുറന്നു, അദ്ദേഹം അകത്ത് വന്നു, വർത്താനം പറഞ്ഞു പോയി. 6ാം ക്ലാസ് വരെ പറഞ്ഞു, നിങ്ങൾ എല്ലാവരും ഒന്ന് ഒന്നിച്ചു വരണം, എനിക്കൊരു പ്രധാനപ്പെട്ട കാര്യം ചർച്ച ചെയ്യണം. അപ്പൊ ഇവരെല്ലാവരും മട്ടത്തിൽ കൂടി നിന്നു. അപ്പൊ ചോദിച്ചു, നമ്മൾ ഓരോരുത്തരും ഓരോ ജോലി ചെയ്തുകൊണ്ടിരിക്കുക. ഞാനൊരു ജോലി ചെയ്യുന്നു, അമ്മ അമ്മയുടെ ജോലി ചെയ്യുന്നു, അച്ഛനൊരു ജോലി ചെയ്യുന്നു. ഒരു ബെല്ലടിച്ചു. ആ ബെല്ലടിക്കുമ്പോൾ അത് തുറക്കാനുള്ള ഉത്തരവാദിത്തം എല്ലാവർക്കും. പിന്നെ ഞാൻ മാത്രം തുറന്നില്ല എന്ന് നിങ്ങൾ ഇനി ചീത്ത പറഞ്ഞത് എനിക്ക് മനസ്സിലായില്ല നോക്കാം. ഇവര് ഷോക്കായി. ഇത് അവർ അടുത്ത ഡയലോഗ്, നിങ്ങളാണ് എനിക്ക് ഭക്ഷണം തരുന്നത് എന്ന ഒറ്റ കാരണം കൊണ്ട് എന്നെ നിങ്ങൾ അവഗണിക്കരുത്. അച്ഛനമ്മ ഷോക്കായി. കൗൺസിലർ എടുത്ത് ചെന്നപ്പോ കൗൺസിലർ പറഞ്ഞു, അച്ഛക്ക് പോകണ്ടെന്ന്. കൊച്ചു പറഞ്ഞ് ഷാർപ്പല്ലേ, കൊച്ചു കറക്റ്റല്ലേ പറഞ്ഞത്. അപ്പൊ കുട്ടികളെ പലപ്പോഴും ഡീൽ ചെയ്യാൻ നമുക്ക് പറ്റുന്ന അബദ്ധം കാരണം നമ്മൾ ഇങ്ങനെ പറയുന്നു എന്നതാണ്. അപ്പൊ എന്താ ചെയ്യേണ്ടത് ചോദിച്ചാൽ വളരെ സിമ്പിളായി ഇവരെ ഡീൽ ചെയ്യാൻ പഠിക്കുക എന്നതാണ്. എനിക്ക് 2 മക്കളുണ്ട്. ഒരുത്തിന് 15 വയസ്സ്, ഒരുത്തിന് 13 വയസ്സ്, 12 വയസ്സ്. 2ാമത്തെ പെൺകുട്ടി, മൂത്തത് ആൺകുട്ടി. മൂത്തവൻ 10ാം ക്ലാസ് കഴിഞ്ഞു. 10ാം ക്ലാസ് കഴിഞ്ഞ് വെക്കേഷൻ തുടങ്ങിയില്ല. 28ാം തീയതി 27ാം തീയതി അവന്റെ പരീക്ഷ കഴിയും. 1ാം തീയതി ഞാൻ അവനെ ജോലിക്ക് വിട്ടു. ആദ്യം ഒരു ഷർട്ടിൽ കാല് കഴിക്കാൻ പോയി. ഇപ്പൊ എറണാകുളത്ത് കാക്കനാട് ഏറ്റവും തിരക്കുള്ള ഒരു ഹോട്ടലിൽ അവൻ മേശ കൊടുക്കാൻ നിൽക്കുന്നു. ഇത് ഞാൻ പറഞ്ഞപ്പോ പല പേരൻസ് എന്നോട് ചോദിക്കുകയാണ്, എന്ത് ആ കൊച്ചിനെ പഠിപ്പിക്കണോ നിങ്ങൾ? 15 വയസ്സ് എങ്ങനെ കൊച്ചാണെന്ന്? അവന് ജോലി എന്നതിന് എന്താണ് വില എന്നറിയേണ്ടത്? ഇവിടെ +2 കഴിഞ്ഞ് പയ്യന് മൊബൈലും കൊടുത്ത് വീട്ടിൽ നോട്ടിക്കൊണ്ടിരിക്കാൻ പറ്റിയാണ് നിങ്ങൾ. പിള്ളേർക്ക് ജോലി എന്താണെന്നും അതിന്റെ വാല്യൂ എന്താണെന്നും അത് എങ്ങനെയാണ് അതിന്റെ വേർപ്പിന്റെ മനമെന്നും അറിയാൻ പാടില്ലാത്ത ഒരു കുട്ടി എങ്ങനെയാ ജീവിതത്തിൽ മുന്നോട്ട് കൊണ്ടുവരാൻ പറ്റുക? അവൻ രാവിലെ ബസ് കയറി പോകും. വീട്ടിൽ 2 വണ്ടിയുണ്ട് കേട്ടോ. വീട്ടിൽ 2 വണ്ടിയുണ്ട്. ഒരു വലിയ വണ്ടിയുണ്ട്, ഒരു ചെറിയ വണ്ടിയുണ്ട്. സൈക്കിളിൽ ചവിട്ടി മെട്രോന്റെ അടുത്ത് പോകണം. അവിടെ നിന്ന് വണ്ടി കയറി കാക്കനാട് പോകണം. കാക്കനാട് നിന്ന് ബസ് കയറി കൊട്ടി പോകണം. ചെയ്യണ്ടേ? ഞാൻ എപ്പോഴും പറയും, സ്വത്തല്ല മക്കൾക്ക് കൊടുക്കേണ്ടത്, പകരം എക്സ്പീരിയൻസ് ആണ് മക്കൾക്ക് കൊടുക്കേണ്ടത്. എക്സ്പീരിയൻസ് കൊടുത്തില്ലെങ്കിൽ മക്കൾ കൈവിട്ടു പോകും എന്ന് മനസ്സിലാക്കും. എന്താണ് എക്സ്പീരിയൻസ്? എന്താണ് എക്സ്പീരിയൻസ്? അധ്വാനത്തിന്റെ എക്സ്പീരിയൻസ്, വാല്യൂസിന്റെ എക്സ്പീരിയൻസ്, കഷ്ടപ്പാടുകളുടെ എക്സ്പീരിയൻസ്. എന്തെങ്കിലും എഴുതസ്വാമി കൊണ്ടുപോയിട്ടുണ്ടോ മക്കളെ? എന്തെങ്കിലും അനാഥാശ്രമത്തിൽ കൊണ്ടുപോയിട്ടുണ്ടോ മക്കളെ? എന്തെങ്കിലും RCCയിൽ കൊണ്ടുപോയിട്ടുണ്ടോ മക്കളെ? ഏതെങ്കിലും ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ ഒരു ദിവസം രാവിലെ തൊട്ട് വൈകുന്നേരം അങ്ങോട്ടും ഇങ്ങോട്ടും വെറുതെ നടത്തിയിട്ടുണ്ടോ മക്കളെ? അവർക്കപ്പോൾ അതിന്റെ വാല്യൂ അറിയാൻ പറ്റും. അവൻ കണ്ടിട്ടില്ലല്ലോ. ഇവൻ കണ്ടേക്കണത് അച്ഛൻ വരുന്ന അമ്മ വരുന്ന ചോദിച്ചതൊക്കെ മേടിച്ചിരുന്നു. ഇവന്റെ വിചാരത്തിലാണ് ലോകം എന്നാണ്. അല്ല സാർ, ലോകം ഇതെല്ലാം നമ്മൾ ചെയ്യാത്തതിന്റെ ദോഷമാണ് നമ്മുടെ മക്കൾ ഇങ്ങനെയാവാൻ കാരണം. തിരിച്ചറിവോടുകൂടി ഇതൊക്കെ എങ്ങനെ നമുക്ക് കൈകാര്യം ചെയ്യാമെന്ന് നമ്മൾ കുറച്ച് കാര്യങ്ങൾ ചർച്ച ചെയ്യാം കേട്ടോ. ശരിയല്ലേ? അതല്ലേ, നിങ്ങൾ ചിരിച്ച മുഖമായിട്ടില്ലെങ്കിൽ ഞാൻ പെട്ടെന്ന് ക്ലാസ് നിർത്തും. ഞാൻ എപ്പോഴും ചിരിച്ചോണ്ടായിരിക്കും. എല്ലാവരും ചിരിച്ചോണ്ടിരിക്കണം. ചിരി ഒരു മനോഭാവമാണ്. ചില ആളുകൾ കണ്ടിട്ടുണ്ടോ എപ്പോഴും ഇരിക്കും. ഒരു ചെറിയ ചോദ്യത്തോടുകൂടി തുടങ്ങാം. ചോദ്യത്തോടുകൂടി ഒന്ന് കണ്ണടച്ചിരുന്നു. ഒരു 30 സെക്കൻഡ് കണ്ണടച്ച് ചോദ്യം ചോദിക്കാൻ പറഞ്ഞു. നിങ്ങളുടെ മക്കളെ ഒന്ന് മനസ്സിൽ കാണും. മക്കളെ മനസ്സിൽ കാണും. അത് നിങ്ങളുടെ മകളായിരിക്കാം. ഇനി മകനും മക്കളുമായി വലിയ സാറേ, എനിക്ക് ചെറിയ പേരക്കുട്ടികൾ, എന്റെ പേരക്കുട്ടികളെ മനസ്സിൽ കാണും. ആരെ നിങ്ങളുടെ കുട്ടികളെ ഒന്ന് മനസ്സിൽ കാണും. ഈ കുട്ടിക്ക് അടുത്തൊരു 3 കൊല്ലത്തിൽ ഈ കുട്ടിക്ക് ചില മാറ്റങ്ങൾ ഉണ്ടാകണം. ഉദാഹരണം, അവന്റെ ദേഷ്യം ഒന്ന് കുറയണം. ഒന്നും പഠിക്കുന്നില്ല, അവനൊന്ന് പഠിക്കണം. ഭയങ്കര അലപ്പാടവൻ, അതൊന്ന് അവസാനിപ്പിക്കണം. രാവിലെ നിർത്തിയിരിക്കുന്നേ ഇല്ല, എണീക്കണം. ഇങ്ങനെ കുറെ ആഗ്രഹങ്ങൾ ഉണ്ടാവുമല്ലോ നിങ്ങൾക്ക്. അങ്ങനത്തെ കുറച്ച് ആഗ്രഹങ്ങൾ മനസ്സിലേക്ക് കൊണ്ടുവരും.
അതായത് ആ കുട്ടിക്ക് എന്തൊക്കെ മാറ്റം ഉണ്ടാകണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവോ അതൊന്ന് മനസ്സിലേക്ക് കൊണ്ടുവരും, വെറുതെ കൊണ്ടുവരും. ഞാൻ എങ്ങനെ ഫ്രൂട്ട്ഫുൾ ആക്കാന്ന് കാണിച്ചു. നിങ്ങളുടെ മക്കൾക്ക് എന്തെല്ലാം മാറ്റം ഉണ്ടാകണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവോ അത് മനസ്സിലേക്ക് കൊണ്ടുവരും. അതിങ്ങനെ കൊണ്ടുവരും. അവൻ ഇങ്ങനെ ആവണം, അങ്ങനെ ആവണം, അവൻ ഇങ്ങനെ കുറച്ചുകൂടി ആയാൽ നന്നാവും, അതെങ്ങനെ മനസ്സിലേക്ക് കൊണ്ടുവരും. ഒന്ന് ആഗ്രഹം ഒന്ന് മനസ്സിലേക്ക് കൊണ്ടുവരും. കണ്ണു തുറന്നു. തൊട്ടടുത്തിരിക്കുന്ന ആളോട് ആഗ്രഹങ്ങൾ പറയും. അതായത് എന്റെ മോന് ഇന്നതാകണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് പറയും. എന്തിനാണെന്നറിയോ? അങ്ങനെ പറയുമ്പോൾ നിങ്ങൾക്ക് ഒരു ആശ്വാസം കിട്ടും. കാരണം തൊട്ടടുത്തിരിക്കുന്ന ആളും അതേ അവസ്ഥയായിരിക്കും. അപ്പൊ നിങ്ങൾക്ക് സമാധാനം ഉണ്ടാവും. അയ്യോ അവരും അങ്ങനെയാണല്ലോ പറയുമ്പോൾ വർത്താനം പറയും. നമ്മൾ അങ്ങനെ വർത്താനം പറയും. ഈഗോ ഒക്കെ താഴ്ന്നു ആ മസിൽ പിടിച്ചൊക്കെ കഴിവാക്കും. വർത്താനം പറയും. ഒന്ന് പറയും. അങ്ങനെ പറയും. സന്തോഷം. നിങ്ങൾ പറയുമ്പോഴേ തൊട്ടടുത്തിരുന്നാൽ പറയും അവന് ഭയങ്കര ആദ്യം ഞാൻ പറയാൻ ഉദ്ദേശിച്ചു. അപ്പൊ ഒരു ആശ്വാസമാവും. അതിന് വേണ്ടിയിട്ടാണ്. രണ്ടാമത്തെ ചോദ്യം ഒന്ന് കണ്ടെടുത്തു. രണ്ടാമത്തെ ചോദ്യം കാരണം ഞാൻ പറഞ്ഞ ഓർക്കാൻ വേണ്ടിയിട്ടാണ്, കാണാൻ വേണ്ടി. രണ്ടാമത്തെ ചോദ്യം ആദ്യത്തെ ചോദ്യം എന്തായിരുന്നു പറഞ്ഞു? നിങ്ങളുടെ മക്കൾക്ക് അടുത്ത 3 കൊല്ലത്തിൽ ഉണ്ടാവേണ്ട മാറ്റത്തിനെ കുറിച്ചാണ് ചോദിച്ചത് അല്ലേ? ആദ്യത്തെ ചോദ്യം. രണ്ടാമത്തെ ചോദ്യം കഴിഞ്ഞ 3 കൊല്ലത്തിൽ നിങ്ങൾക്കുണ്ടായ കുറച്ച് മാറ്റങ്ങൾ മനസ്സിലേക്ക് കൊണ്ടുവരും. നിങ്ങൾക്കുണ്ടായ മാറ്റം, അതായത് ഞാൻ ദേഷ്യപ്പെടുന്നത് നിർത്തി, ഞാൻ നന്നായി കള്ളുടി നിർത്തി, ഞാൻ സിഗരറ്റ് വലി ഉണ്ടായിരുന്നു അത് അവസാനിപ്പിച്ചു, ഞാൻ എന്റെ ഭർത്താവിനെ മാന്തുമായിരുന്നു ഇടയ്ക്കിടയ്ക്ക്, അതിപ്പോ ഇല്ല, ഞാൻ എന്റെ ഭർത്താവിനെ ഇന്ന് ഇൻസൾട്ട് ചെയ്തിരുന്നു, അതൊന്നും ഇല്ല. അപ്പൊ നിങ്ങൾക്കുണ്ടായ മാറ്റങ്ങൾ, കഴിഞ്ഞ 3 കൊല്ലത്തിൽ നിങ്ങൾക്കുണ്ടായ മാറ്റങ്ങൾ ഇത് മനസ്സിലേക്ക് കൊണ്ടുവരും. നിങ്ങൾക്കുണ്ടാകുന്ന ഉണ്ടായ മാറ്റങ്ങൾ ഒന്ന് മനസ്സിലേക്ക് കൊണ്ടുവരും. കഴിഞ്ഞ 3 കൊല്ലത്തിൽ നിങ്ങൾക്കുണ്ടായ മാറ്റം 1, 2, 3 എന്നിട്ട് ഇനി കണ്ണു തുറന്നോളൂ. തൊട്ടടുത്തിരിക്കുന്ന ആളോട് പറയൂ. എന്തിനറിയോ? തൊട്ടടുത്തിരിക്കുന്ന ആളിലേക്ക് തേടിയായിരിക്കും. അപ്പൊ ഇത് പറയാണ് ഞാൻ ദേഷ്യം അവസാനിപ്പിച്ചു, അത് ഞാൻ ഇന്നലെ കണ്ടു. നിങ്ങൾക്കുണ്ടായ മാറ്റം പറ. കഴിഞ്ഞ 3 കൊല്ലത്തിൽ നിങ്ങൾക്കുണ്ടായ മാറ്റം പറ. ശരി. മൂന്നാമത്തെ ചോദ്യം സത്യസന്ധമായ ഉത്തരം പറയണം. ആദ്യത്തെ ചോദ്യത്തിന് ഉത്തരം കണ്ടെത്താൻ അത്ര എളുപ്പമായിരുന്നില്ല. രണ്ടാമത്തെ ചോദ്യത്തിന് ഉത്തരം കണ്ടെത്താൻ ശരിയോ തെറ്റോ ആത്മാർത്ഥമായിട്ട് പറയണം. കഴിഞ്ഞ 3 കൊല്ലം ജീവിതത്തിൽ കാര്യമായി ഒരു മാറ്റം ഉണ്ടാവാത്ത നിങ്ങളാണ് നിങ്ങളുടെ മക്കളോട് മാറ്റം ഒരു മാറ്റം ഉണ്ടാവില്ല. നമ്മുടെ കയ്യിലിരിപ്പ് മാറ്റാൻ പറ്റില്ല. പിന്നെയാണ് നമ്മൾ 10 കൊല്ലം മുമ്പ് കണ്ട മധുഭാസ്കരനല്ല ഞാൻ, 15 കൊല്ലം മുമ്പ് കണ്ട മധുഭാസ്കരനല്ല ഞാൻ. ഇന്ന് കാണുന്ന മധുഭാസ്കരൻ ആയിരിക്കില്ല 5 കൊല്ലം കഴിഞ്ഞു. ജീവിതത്തിൽ മാറ്റമില്ലാത്തതെല്ലാം കാലാകരണപ്പെട്ടു പോകും. ഈ ലോകത്ത് നിങ്ങൾ നോക്കിപ്പോ, നമ്മുടെ നാട്ടിലെ തറവാടുകൾ ഇവിടെ പോയി. MG റോഡ് ഒരു ശ്മശാനമാണ്. MG റോഡ് കൊടികുത്തിമാണ് പല കമ്പനികളിൽ നിന്ന് കാണാൻ കഴിയും. അംബാസിഡർ ഒരു കാലത്ത് ഈ ലോകത്തിൽ വരുത്തതാണ്. എവിടെ പോയി? കാരണം അറിയോ? മാറിയില്ല. അതിങ്ങനെ പോയി. ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്താൻ നമ്മൾ തയ്യാറല്ല. ഇങ്ങനെ പോയിട്ട് എന്നിട്ട് നമ്മൾ പറയാണ് നമ്മൾ മുന്നോട്ട് വരിക. നമ്മുടെ മക്കളോട് പറയും മുന്നോട്ട് പോകണം. എന്നിട്ടുണ്ടല്ലേ എന്റെ മുൻ പഠിക്കുക, കണ്ടല്ലേ പഠിക്കുക. എനിക്ക് ആദ്യത്തെ കുട്ടി ഉണ്ടായത് 2009. കുട്ടി ഉണ്ടായിട്ട് ഒരു 10-11 മാസമായപ്പോ അവൻ ആദ്യമായി ഒരു വാക്ക് വിളിച്ചു, അമ്മ. അമ്മങ്ങളെ വിളിക്കേണ്ടത് അമ്മ. അപ്പൊ അമ്മ രണ്ടാമത്തെ വാക്ക് കൊടുക്കുന്നു. എന്താണ്? അച്ഛൻ. അപ്പൊ അവൻ പറയണം അവനോട്, അച്ഛൻ.
പറയും ചേട്ടാ. അപ്പൊ അവള് പറയാ അച്ഛേ, കൊച്ചു ചേട്ടാ. അമ്മ തിരികെ തിരികെ പഠിപ്പിക്കാണ് അച്ഛൻ അച്ഛൻ, കൊച്ചു ചേട്ടാ 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 എന്ന് പറയാണ്. ഇത് കടന്നറിയോ? എന്താ കാരണം? കേട്ടാണ്. അത് നമ്മളെ പഠിപ്പിക്കുന്ന പാഠം എന്താണെന്നറിയോ? നിങ്ങൾ കൊച്ചിനോട് എന്ത് പറഞ്ഞു എന്നതല്ല കൊച്ചു ചെയ്യുക, നിങ്ങൾ എന്ത് ചെയ്തു എന്നതാണ് കൊച്ചു ചെയ്യുക. കള്ളു കുടിക്കുന്ന അച്ഛൻ മോനോട് കള്ളു കുടിക്കുന്ന പറയാൻ എന്ത് അവകാശമുണ്ട് ഈ ലോകത്ത്? സിഗരറ്റ് വലിക്കുന്ന അച്ഛൻ മകനോട് പുക വലിക്കരുത് പറയാൻ എന്ത് ഉത്തരവാദിത്തമുണ്ട് ഈ ലോകത്ത്? ഞാൻ കള്ളുടിക്കില്ല, എന്റെ മോനോട് പറയാൻ കള്ളുടിക്കുന്നതാണ്. ഇത് കള്ളുടിക്കുക, സിഗരറ്റ് വലിക്കുക, എന്നിട്ട് മക്കളുടെ ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്നത് പറയാ. നമുക്കൊരു പിള്ളേർ അതേപോലെ ഫോളോ ചെയ്യും. എന്റെ അച്ഛനെ ഞാൻ നോക്കാതെ എന്റെ മകൻ എന്നെ നോക്കണമെന്ന് പറയാൻ എന്ത് അവകാശമുണ്ട് ഈ നാട്ടിൽ? എന്റെ അച്ഛനെ കൊണ്ട് എന്റെ സ്വാമിനാക്കി, എന്റെ അച്ഛന്റെ സ്വത്ത് വെച്ചിട്ട് തിരിഞ്ഞു നോക്കുന്നില്ല ഞാൻ. എന്നിട്ട് എന്റെ മകനോട് പറയുന്നു നീ എന്റെ ഉത്തരവാദിത്തോടെ നോക്കുന്നു. എങ്ങനെ പറയാൻ പറ്റും? എങ്ങനെ പറയാൻ പറ്റില്ലല്ലോ. കാരണം പിള്ളേർ അതേപോലെ ഫോളോ ചെയ്യും. എന്റെ മകൻ എന്റെ ടിപ്പാണ്, എന്റെ മകൻ എന്റെ ഭാര്യയുടെ ടിപ്പാണ്. അത് അതേപോലെ ഫോളോ ചെയ്യും ലൈഫിൽ. നമ്മൾ പറയുന്ന വാല്യൂസ് നമ്മുടെ ജീവിതം ഇത്ര ഉത്തരവാദിത്തമാണ്. നമ്മുടെ വീട്ടിൽ പഠിപ്പിക്കുന്ന പലതും തെറ്റാണ് സാർ, തെറ്റാണ് തെറ്റാണ് തെറ്റാണ്. കൊച്ചിൻ സുഖേനൻ ആസ്പത്രി കൊണ്ടുപോയി, പനി 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 ഇഞ്ചക്ഷൻ എടുക്കുമ്പോഴാണ് സൂചിയിൽ കയറ്റി കൊച്ച് വേണ്ട, സൂചി വേദന എടുക്കും വേണ്ട. ഉടനെ അച്ഛൻ വിഷമിക്കണ്ട, വേദന ഉണ്ടാവില്ല. നേഴ്സ് സ്ഥാനം മാറ്റി ഒരു കയറ്റി കയറ്റി കൊച്ചിന് രണ്ട് കാര്യം പിടികിട്ടി. ഒന്ന്, ഇവിടെ കയറ്റിയ വേദന എടുക്കും. രണ്ട്, എന്റെ അച്ഛനെ പോലെ കാണുന്ന ലോകത്തില്ല, കേരളത്തോണ മാത്രമേ ഉള്ളൂ. കൊച്ചിന് ബന്ധം. എന്റെ അടുത്ത ബന്ധം 13 വയസ്സ് കൊച്ച്, 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന കൊച്ച്. തല്ലാണ് ഞാൻ. ഇങ്ങനെ തല്ലാൻ അറിയാം, നുണ പറയാൻ മതി. നുണ പറയാമോ നീ? അരിച്ചെന്തോ നീ മഹാത്മാഗാന്ധിയെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? നല്ല മൂല്യങ്ങൾ പഠിപ്പിക്കുന്ന മഹാനായ മനുഷ്യൻ. നല്ല അടിയും കൊണ്ട് കൊച്ചു കരുതും. അരമണിക്കൂർ കഴിഞ്ഞ് പിള്ളേര് പെട്ടെന്ന് മറന്നു കേട്ടു. പിള്ളേര് ഓടി നടക്കാണ്. ഇയാൾ വിളിച്ചിട്ട് പറയണേ, മത്തായി ഒരാൾ വിളിക്കും, ഞാൻ ഇല്ലാന്ന് പറഞ്ഞേക്കണം. ഈ കൊച്ചു മരിക്കണ വരെ സത്യം പറഞ്ഞു. മരുമോള് അമ്മായി വീട്ടിൽ പണി, എല്ലാ ദിവസവും അമ്മായി വീട്ടിൽ പണിയാണ്. എന്നിട്ട് മോളോട് കല്യാണം കഴിച്ചു വിടുമ്പോ അമ്മായി അമ്മയെ പോലെ കാണും. കൊച്ചു പറയും, എനിക്കറിയാം, എന്റെ അമ്മ ചെയ്ത് ഞാൻ കണ്ടതല്ലേ. നിങ്ങൾ ചെയ്തെല്ലാം നിങ്ങൾക്ക് തിരിച്ചു കിട്ടും, എണ്ണി പറഞ്ഞ് തിരിച്ചു കിട്ടും. എനിക്ക് തന്നെ പഠിപ്പിച്ച ഏറ്റവും വലിയ പാട്ടുതാണ്, നിങ്ങൾ ഈ ലോകത്തിന് എന്തെല്ലാം കൊടുത്തുവോ അതെല്ലാം നിങ്ങൾക്ക് തിരിച്ചു വരും. നിങ്ങൾ അച്ഛൻ നിങ്ങൾ കൊടുത്തതെല്ലാം മക്കൾ നിങ്ങൾക്ക് വേണ്ടി കരുതി വെക്കും. നിങ്ങൾ ഈ സമൂഹത്തിന് കൊടുത്തതെല്ലാം സമൂഹം നിങ്ങൾക്ക് വേണ്ടി കരുതി വെക്കും. ഇത് ലോക നിയമമാണ്. ഇതിലൊരു മാറ്റമില്ല. ഏത് റിലീജിയനിൽ പോയാലും, ഏത് നമ്മുടെ ചെങ്ങൽ നോക്കും. ഞാൻ പേരൊന്നും പറയില്ല, ചെങ്ങൽ നോക്കും. ഞാൻ പറഞ്ഞതിന് കുറെ തെളിവുകൾ കാണാം നിങ്ങൾ. നമ്മൾ ജീവിതത്തിൽ ചെയ്തതിനെല്ലാം എങ്ങനെയാണ് കണക്കുകൾ തീർക്കപ്പെടുന്നത് എന്ന് ലോകം മുഴുവൻ അങ്ങനെയാണ്. ഒരു മാറ്റമില്ലാത്ത ഒരു രീതിയാണ്. അപ്പൊ നമ്മൾ എന്തെങ്കിലും കൊടുക്കുമ്പോ, മക്കൾക്കായിക്കോട്ടെ എന്ത് കാര്യം കൊടുക്കുമ്പോൾ അത് സൂക്ഷിക്കണ്ടേ? അപ്പൊ ഞാൻ എന്റെ ആദ്യത്തെ കാര്യം ഞാൻ എപ്പോഴും ബി എ മോഡൽ ടു ദ ഫാമിലി. നിങ്ങളുടെ കുടുംബത്തിൽ നിങ്ങളൊരു മാതൃകയല്ലെങ്കിൽ വഴിതെറ്റി പോകും മക്കൾക്കാണ്. അപ്പൊ ആ മോഡൽ എങ്ങനെയുണ്ടാകും? മാതൃകയാവാനായിട്ട് അത് വലിയ ഉത്തരവാദിത്തമാണ്. ആ ഉത്തരവാദിത്തം നിർവഹിക്കാൻ കഴിയാത്ത ഒരാൾക്ക് അത് ഉണ്ടാവില്ല. കാരണം നമ്മൾ കൊടുക്കുന്നതാണ് നമ്മുടെ മക്കൾ നമുക്ക് തിരിച്ചു തരിക എന്നുള്ള യാഥാർത്ഥ്യം. ഒരു ചെറിയ ആക്ടിവിറ്റി ചെയ്യാം. എല്ലാവരും എണീക്കാമോ? ഒരു രസത്തിന് എല്ലാവരും എണീക്കാമോ? കുറച്ചേരി ഇരുന്നതല്ലേ? അപ്പൊ നമുക്ക് കുറച്ചേരി ഇരുന്ന് കഴിഞ്ഞാൽ എണീറ്റോട് എന്താ വലിയ എന്താ ഭയങ്കര സ്ലോ മോഷൻ എടുത്തതുകൊണ്ട് നമുക്കൊരു ചെറിയ ആക്ടിവിറ്റി ചെയ്യാം. ശരിയല്ലേ? തൊട്ടടുത്തിരിക്കുന്ന ആളുകളൊക്കെ നോക്കി ചിരിച്ചതല്ലേ? ഇനി എല്ലാരും വലത്തോട്ട്, നിങ്ങളുടെ വലത്തോട്ട് എന്റെ തൊട്ട് മുമ്പിൽ ഇരിക്കുന്ന ആളുടെ ഷോൾഡറിൽ 2 കൈയും പിടിച്ചോളൂ. എന്നിട്ട് ആ കട്ടിന്റെ അടുത്ത് ശരിക്കും മസാജ് ചെയ്ത് കൊടുക്കും. അദ്ദേഹത്തിന് ഉറക്കം പോകാൻ വേണ്ടിയിട്ടാണ്. നല്ലോണം ചെയ്ത് കൊടുക്കും. നല്ലോണം ഫ്രണ്ടിലുള്ള ആൾ
നല്ലോണം ചെയ്തു കൊടുക്കും. 2 കൈയും വെച്ച് ആ കഴുത്തിന്റെ ഭാഗം ശരിക്കും നെക്കി കൊടുക്കും. നല്ലോണം ചെയ്തു കൊടുക്കും. നല്ലോണം ചെയ്തു കൊടുക്കും. നല്ലോണം ചെയ്തു കൊടുക്കും. ആ മതി, ഇരുന്നോളൂ ഇരുന്നോളൂ. ഞങ്ങള് ടീച്ചർമാരൊക്കെ പഠിപ്പിക്കുമ്പോൾ പറയുന്നത് പിള്ളേരുടെ അറ്റൻഷൻ ഡൈവേർട്ട് ചെയ്യാൻ സമ്മതിക്കുന്നു. അറ്റൻഷൻ പോകുന്ന പറഞ്ഞാൽ നമ്മൾ എന്തെങ്കിലും ഒരു കെണിമണി കൊടുത്ത് അവരെ തിരിച്ചുകൊണ്ടുവരും. അപ്പൊ ഞാൻ ഇടയ്ക്ക് ആക്ടിവിറ്റിയൊക്കെ തരുന്നത് നിങ്ങളൊന്ന് ഡിമ്മായ അപ്പൊ ഞാൻ കരുതുന്നു. കാരണം നിങ്ങൾ കൈവിട്ട് പോകാൻ പാടില്ല, അതിന് വേണ്ടിയിട്ട് കേട്ടോ. അപ്പൊ നിങ്ങൾ ഇത് ചെയ്ത് കഴിഞ്ഞപ്പോ ഒരു ഉണർവാണ്. എന്താ കാരണം ഈ കഴുത്തിന്റെ ഭാഗത്ത് 2 ഞരമ്പുണ്ട്. നമ്മൾ തിരിഞ്ഞു കഴിയുമ്പോൾ ബ്ലഡ് സർക്കുലേഷൻ പെട്ടെന്ന് കയറും. അപ്പൊ പെട്ടെന്ന് ഉണർവുണ്ടാകും. അതിനുവേണ്ടി നെറ്റിയത്. പക്ഷെ ആഞ്ഞു നെറ്റിയാൽ പിന്നെ ഓർമ്മില്ല. നമ്മൾ ഇത് ചെയ്യുന്നതിന് തൊട്ട് മുമ്പ് എന്താ പറഞ്ഞ അവസാനിപ്പിച്ച് എന്തോന്ന് പറഞ്ഞത്? നമ്മള് ചെയ്യുന്നതിന് തൊട്ട് മുമ്പ് എന്ത് പറഞ്ഞിട്ട് അല്ല എന്തൊരു കാര്യം പറഞ്ഞത്? നമ്മൾ കൊടുത്താണ്. അതാണ് എന്താ പറഞ്ഞ കൊടുത്തതാണ്. പറയൂ, കൊടുത്തതാണ്. ഇത് ലോക നിയമമാണ്. കുഴികുത്തി തേങ്ങയിട്ട പുറത്ത് എന്ത് വരും? 500 രൂപ എന്ത് വരും? തെങ്ങിലൊക്കെ കുഴിവിളിച്ച് തേങ്ങയിട്ട തെങ്ങ വരിക. 500 തെങ്ങ വരിക. കുഴിവിളിച്ച് മാങ്ങാണ്ടിട്ട പുറത്ത് എന്ത് വരും? മാവ് വരും. കുഴിവിളിച്ച് ചക്കയുടെ അണ്ടി ഇട്ട എന്ത് വരും? കുരുവിട്ട എന്ത്? അത് കുരു ചക്കണ്ടി നോക്കാം. ഇട്ട എന്ത് വരും? പ്ലാവ് വരും. തേങ്ങ ഇട്ടിട്ട് മാവ് വരട്ടെ വരൂ. മാങ്ങിട്ടിട്ട് പ്ലാവ് വരട്ടെ വരൂ. ഇട്ടതേ വരൂ. കൊടുത്തതേ എണീക്കുമല്ലേ? ഇടത്തോട് തിരിഞ്ഞു. നേരത്തെ മേടിച്ചൊന്ന് കൊടുത്തേക്കും. നേരത്തെ മേടിച്ചില്ലേ അതൊന്ന് കൊടുക്കും. തിരിച്ചു കൊടുത്തേക്കും. അതേപോലെ കൊടുക്കും. അതൊന്ന് കൊടുത്തേക്കും. നല്ലോണം കൊടുത്തേക്കും. നേരത്തെ മേടിച്ച് തിരിച്ചു കൊടുത്തേക്കും. മതി, ഇരുന്നുള്ളൂ. അതെ, ചിലർക്ക് ഒരു കാര്യം പിടിക്കുന്ന അങ്ങോട്ട് കൊടുക്കാൻ പറഞ്ഞപ്പോ ചിലര് ഇങ്ങോട്ട് കിട്ടിയപ്പോ ഈ കുടുംബത്തിൽ ബാധകമാണ്, ജീവിതത്തിൽ ബാധകമാണ്, തൊഴിലിടത്തിൽ ബാധകമാണ്. നമ്മൾ ഈ ലോകത്തിന് എന്താണ് കൊടുക്കുന്നതാണ് നമുക്ക് തിരിച്ചു കിട്ടുക. ഭാര്യയ്ക്ക് സ്നേഹം കൊടുക്കാത്ത ഒരാൾ ഭാര്യ എന്നെ സ്നേഹിക്കണം എന്ന് ആഗ്രഹിക്കുന്നത് ഏതർത്ഥത്തിലാണ് ശരി? അമ്മയെ സ്നേഹിക്കാത്ത ഒരാൾ മക്കൾ നമ്മളെ സ്നേഹിക്കണം എന്ന് പറയുന്നതിൽ എങ്ങനെയാണ് ശരി? ഒരു ശരിയില്ല. ഇവിടെ ശരികൾ തീരുമാനിക്കുന്നത് നമ്മുടെ പ്രവൃത്തികളിലൂടെയാണ്. കാരണം നമുക്ക് നമ്മളെ നിയന്ത്രിക്കാൻ കഴിയും. ഈ ക്ലാസ്സിൽ എനിക്ക് നിയന്ത്രിക്കാൻ കഴിയും. നിങ്ങളെ നിയന്ത്രിക്കാനുള്ള ശേഷി എനിക്ക് കുറവാണ്. പക്ഷെ എന്നെ കൈകാര്യം ചെയ്യാൻ എനിക്കറിയാം. എന്നെ നന്നായി കൈകാര്യം ചെയ്യാൻ അറിയാമെങ്കിൽ ഞാൻ നിങ്ങളെയും കൈകാര്യം ചെയ്യും.